സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന വൈ ഉപയോഗിച്ചുള്ള വാക്യങ്ങളാണ്. നമ്മൾ സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. വൈ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചാണ്. എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്തായിട്ട് ഒരു ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനകത്തും തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അന്നേരം തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ചെയ്തു എന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ ഒരു കാര്യം, ഇത് കംപ്ലീറ്റ് ആയിട്ട് സൗജന്യമായിട്ടുള്ളൊരു കോഴ്സാണ്. ഞാൻ ഒരു കാരണവശാലും നിങ്ങളോട് ഇതിന് പൈസയൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. വൈ ഡിഡ് യു കം ലേറ്റ്? നീ എന്തുകൊണ്ടാണ് താമസിച്ച് വന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. വൈ ഡിഡ് യു കം ലേറ്റ്? കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വരിക എന്നുള്ളതാണ്. വൈ ഡിഡ് യു കം ലേറ്റ്? ഇത് പോലെ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. വൈ യു കെയിം ലേറ്റ്? അപ്പോഴാ മുകളിലത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, എങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞ ഈ രണ്ടാമത്തെ ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാവുന്നതാണ്. വൈ യു കെയിം ലേറ്റ് എന്നുള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞാണ്, ഇത് പൂർണ്ണമായിട്ട് ശരിയൊന്നും അല്ല, എങ്കിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. പൂർണ്ണമായിട്ട് ശരിയായിട്ടുള്ളത് ആദ്യം പറഞ്ഞാണ്, കാരണം നമ്മൾ V2 പിരിച്ചെഴുതണം. അപ്പോഴേ എന്തുകൊണ്ടാണ് നിങ്ങൾ താമസിച്ച് വന്നത്? ഐ എം സോറി, ഐ മിസ് ദ ബസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബസ് എനിക്ക് മിസ്സായി പോയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ താമസിച്ച് വന്നത്. മൈ മദർ വാസ് നോട്ട് വെൽ, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. സോ ഐ ടുക്ക് ഹെർ ടു ദ ഹോസ്പിറ്റൽ, അതുകൊണ്ട് ഞാൻ അമ്മയെ, ഹെർ എന്നാൽ അവളെ എന്നല്ല, ആ പറഞ്ഞ വ്യക്തി അമ്മയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ താമസിച്ച് വന്നത്. ഓക്കെ, വൈ യു വോണ്ട് ടു ഗോ നൗ? ഇനി ശ്രദ്ധിക്കുക, ഈ നമുക്ക് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള ട്രാൻസ്ലേഷൻ അതേപടി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഹെർ എന്ന് പറഞ്ഞാൽ അവരെ എന്ന് വേണമെങ്കിൽ ബഹുമാനത്തോടുകൂടി അവളെ എന്നാകാം. പല മീനിങ്ങുകളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക. ഹി എന്ന് പറഞ്ഞാൽ അവനെന്ന അർത്ഥമുണ്ട്, അദ്ദേഹം എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ ആ പറയുന്ന സമയത്തനുസരിച്ചാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, വൈ യു വോണ്ട് ടു ഗോ നൗ? നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് കാരണം? നിനക്ക് എന്തിനാണ് നേരത്തെ പോകേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ പോകേണ്ടത്? വൈ യു വോണ്ട് ടു ഗോ നൗ? എന്തുകൊണ്ടാണ് നിനക്ക് ഇപ്പോൾ പോകേണ്ടത്? ഐ ഹാവ് ടു ടേക്ക് മൈ സൺ ഫ്രം ദ കിൻഡർ ഗാർഡൻ. ഐ ഹാവ് ടു ടേക്ക്, ഈ ഹാവ് ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണ്, മസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹാവ് ടു എന്ന് പറയുന്നത്, അത് തന്നെയാണ് മസ്റ്റ്. അപ്പോൾ ഐ ഹാവ് ടു ടേക്ക് മൈ സൺ, എൻ്റെ കുട്ടിയെ അവിടുന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഫ്രം ദ കിൻഡർ ഗാർഡൻ. കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ നേഴ്സറിക്ക് തന്നെയാണ് കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കിൻഡർ ഗാർഡൻ എന്നുള്ള പദമാണ്. ഐ ഹാവ് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ഡോക്ടറുമായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പോകേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തരുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവസാനം നമ്മൾ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഒരു തവണ കൂടി നമ്മളിത് മുഴുവൻ പറയുന്നതാണ്, ഇംഗ്ലീഷിൽ തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ കാണുക. ഓക്കെ, വൈ ആർ യു നോട്ട് ടോക്കിംഗ് ടു ഹിം? നീ എന്തുകൊണ്ടാണ് അവനോട് സംസാരിക്കാത്തത്? ഐ ഡോണ്ട് നോ ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ അറിയില്ല. ഓക്കെ, ഐ എം നോട്ട് ഇൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം. അവനുമായിട്ട് എനിക്ക് അത്ര നല്ല സുഖത്തിലല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നോട്ട് ഇൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം. വൈ ഡിഡ് യു ഗോ ദർ? ഇപ്പം നമ്മുടെ സുഹൃത്ത് എവിടെയെങ്കിലും പോയി, അപ്പോൾ നാം ചോദിക്കുകയാണ്, നീ എന്തിനാണ് അവിടെ പോയത്? അപ്പോഴെന്തെങ്കിലും സംഭവിച്ച് കാണുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഐ വെൻ ദെയർ ഫോർ ജോബ്, അല്ലെങ്കിൽ എന്തിനാണ് നീ അവിടെ പോയത്? ദുബൈക്ക് പോയി, അപ്പോൾ നീ അവിടെ പോയത്? ഐ വെൻ ദെയർ ഫോർ ജോബ്, ജോലിക്ക് വേണ്ടിയാണ് പോയത്. ഐ വെൻ ദെയർ ബിക്കോസ്, ഞാൻ അവിടെ പോയി കാരണം ഐ തോട്ട്, ഞാൻ ഓർത്തത്, ഈസ് എ ഗുഡ് പേഴ്സൺ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ ഓർത്തത്, അതുകൊണ്ടാണ് അവിടെ പോയത്. ഓക്കെ, വൈ ആർ യു നോട്ട് കമ്മിങ് ഫോർ ദ പിക്നിക്? അപ്പോൾ നിങ്ങളുടെ കോളേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തേക്ക് കുറച്ച് ആൾക്കാർ കൂടി വിനോദയാത്രയ്ക്ക് പോവുകയാണ്, പിക്നിക്കിന് പോവുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ്, നീ എന്തിനാണ് വരാത്തതെന്ന് ചോദിക്കുന്നത്. ഐ എം സോറി, ക്ഷമിക്കണം, ഐ ഡോണ്ട് ഹാവ് മണി, എൻ്റെ കയ്യിൽ പൈസയില്ല,
അതുകൊണ്ടാണ് ഞാൻ പിക്നിക്കിന് വരാത്തത്. ഓക്കെ, അല്ലെങ്കിൽ ആ പിക്നിക്കിന് പോകുന്ന സ്ഥലം എനിക്കിഷ്ടം. ഉദാഹരണം കൊച്ചിക്കാണ് പോകുന്നത്. നമ്മൾ ചെറുതായിരുന്നപ്പോഴും നമ്മൾ കൊച്ചിക്കൊക്കെയാണ് നമ്മൾ പിക്നിക്കിന് പോകുന്നത്. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് കൊച്ചിൻ. ഇപ്പോൾ കൊച്ചിൻ എന്ന് പറയണമെന്നില്ല, കൊച്ചി എന്ന് പറഞ്ഞാലും മതി, എറണാകുളം എന്ന് പറഞ്ഞാലും മതി, എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പോകാത്തത്. ഓക്കെ, വൈ ഹാവൻറ്റ് യു ഫിനിഷ്ഡ് ഇറ്റ് അറ്റ്? എന്തുകൊണ്ടാണ് നീ ഇതുവരെ ഫിനിഷ് ചെയ്യാതിരുന്നത്? എന്തെങ്കിലും ജോലി കൊടുത്തു വേണ്ടി. ആ ചോദ്യം തന്നെ നമുക്ക് വേറെ രീതിയിലും ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഇപ്പോഴേ ഞാനത് ചോദിച്ചത്. അത് തന്നെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ചോദിക്കാം. വൈ ഡിഡ്ന്റ് യു ഫിനിഷ് ദ ജോബ് എറ്റ്? എന്തുകൊണ്ടാണ് നീ ഇതുവരെ ജോലി ഫിനിഷ് ചെയ്യാതിരുന്നത്? അപ്പോഴെന്താണ് കാരണം? ഐ എം സോറി. അപ്പോൾ കാരണം എന്താണ്? ചെയ്യാതിരുന്നുകൊണ്ടാണ് നമ്മൾ ക്ഷമ ചോദിക്കുന്നത്. ഐ എം സോറി, ഇറ്റ് ഈസ് എ റിയലി ടഫ് ജോബ്. എന്താണ്? വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോബാണ്, ടഫ് ജോബാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കണമെങ്കിൽ കുറെ സമയമെടുക്കും, അതാണ് കാരണം. വൈ ഡിഡ് യു അലൗ ഹിം ടു ഗോ അലോൺ? നീ എന്തുകൊണ്ടാണ് അവനെ ഒറ്റയ്ക്ക് പോകാൻ സമ്മതിച്ചത്? അപ്പോഴും നമ്മുടെ ഒരു മകനായിരിക്കാം, അല്ലെങ്കിൽ ആരും അനിയനായിരിക്കാം. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി സമ്മതിച്ചത്? അന്നേരം എന്താണ് പറയുന്നത്? ഹി സെഡ് ഹി ഈസ് ഗോയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അവൻ പറഞ്ഞത് അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെയാണ് അവൻ പോകുന്നതെന്നാണ്. അതുകൊണ്ടാണ് എന്ത് ഒറ്റയ്ക്ക് വിടാൻ സമ്മതിച്ചത്. ഓക്കെ, വൈ ഡിഡ് യു ലീവ് സോ എയർലി യെസ്റ്റർഡേ? നീ എന്തുകൊണ്ടാണ് ഇന്നലെ വളരെ നേരത്തെ ഇറങ്ങിയത്? അപ്പോൾ സോ എയർലി എന്ന് പറഞ്ഞാൽ വെരി എന്നുള്ളതാണ്, സോ വന്നിരിക്കുന്നത് പറഞ്ഞാൽ വളരെ നേരത്തെ എന്നുള്ളതാണ്. വൈ ഡിഡ് യു ലീവ് സോ എയർലി യെസ്റ്റർഡേ? അപ്പോൾ ആ ലീവ് നിങ്ങൾ സ്പെല്ലിങ് നോക്കുക, LEAVE ആണ്. ലീവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ യാത്രയാകുക, പോവുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. സോ ഐ ലെഫ്റ്റ് എയർലി, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോയത്. ഓക്കെ, വൈ ഡിഡ് യു ചൂസ് ദിസ് കോഴ്സ്? ഓക്കെ, നമ്മളിപ്പം നമ്മളോട് പലരും ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങളൊരു പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സ് എടുത്താൽ ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കോഴ്സ് എടുത്തതെന്നുള്ളത്. അപ്പോഴെന്താണ് ഒരു കാരണമുണ്ട്. എന്താണ്? ഐ ലൈക്ക് കുക്കിംഗ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് കുക്കിംഗ് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കുക്കിംഗ് കോഴ്സ് എടുത്തതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും? ഐ ലൈക്ക് കുക്കിംഗ്. എനിക്ക് കുക്കിംഗ് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. സോ ഐ ജോയിൻ ദിസ് കോഴ്സ്. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നത്. ഇനി വൈ ഡിഡ് യു ബൈ ദിസ് ചീപ്പ് ക്ലോത്ത്? ഉദാഹരണം, ഈ ഷർട്ട് വളരെ വില കുറഞ്ഞൊരു ഷർട്ടാണ്. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ഇത്ര ചീപ്പായിട്ടുള്ളൊരു ഷർട്ട് വാങ്ങിച്ചത്? അല്ലെങ്കിൽ ഇത് വളരെ വില കൂടിയ ഷർട്ടാണെങ്കിൽ വൈ ഡിഡ് യു ബൈ ദിസ് എക്സ്പെൻസീവ് ക്ലോത്ത്? അപ്പോൾ ഈ ചീപ്പിൻ്റെ എക്സ്പെൻസീവ് ഓപ്പോസിറ്റാണ് എക്സ്പെൻസീവ്. അപ്പോൾ അത് നമ്മളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ഈ എക്സ്പെൻസീവായിട്ടുള്ള വില കൂടിയ ക്ലോത്ത് വാങ്ങിച്ചത്? ഐ ഡിഡ്ന്റ് ഹാവ് മണി ടു ബൈ എ ഗുഡ് ക്ലോത്ത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഉത്തരമാണ്, നീ എന്തുകൊണ്ടാണ് ഈ ചീപ്പായിട്ടുള്ള ഈ വില കുറഞ്ഞ വസ്ത്രം വാങ്ങിച്ചെന്നുള്ളൊരു ഉത്തരമാണ് ഐ ഡിഡ്ന്റ് ഹാവ് മണി ടു ബൈ എ ഗുഡ് ക്ലോത്ത്. എൻ്റെ കയ്യിൽ നല്ല ഒരു ഉടുപ്പ് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐ ഡിഡ്ന്റ് ഹാവ് മണി ടു ബൈ എ ഗുഡ് ക്ലോത്ത്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കണം, വൈ ഡിഡ് യു ബൈ ദിസ് എക്സ്പെൻസീവ് ക്ലോത്ത്? എന്തുകൊണ്ടാണ് നീ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഉടുപ്പ് വാങ്ങിച്ചത്? അപ്പോഴെന്താണ് പറയുന്നത്? ഐ ലൈക്ഡ് ഇറ്റ്. എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് സോ ഐ ബോട്ട് ഇറ്റ്. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, വൈ ഡിഡ് യു ലീവ് ദ ജോബ്? അതിൽ നിങ്ങളോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് നീ ഈ ജോലി രാജിവെച്ച് പോയത്, അല്ലെങ്കിൽ ജോലിയിൽ നിന്നും പോയത്? അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, വൈ ഡിഡ് യു ലീവ് ദുബായ്? ഇപ്പോൾ ദുബായിലായിരുന്നു, എന്തുകൊണ്ടാണ് നീ ദുബായ് വിട്ടത് എന്ന് ചോദിക്കുന്നു. ബിക്കോസ് ഐ ഡിഡ്ന്റ് ലൈക്ക് മൈ ബോസ്. എനിക്കെൻ്റെ ബോസിനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, എനിക്കിഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ ആ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചു. നമുക്കൊക്കെ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഓക്കെ, വൈ ഡിഡ് യു ബൈ സ്കൂട്ടർ? ഓക്കെ, എന്തുകൊണ്ടാണ് നീ സ്കൂട്ടർ വാങ്ങിച്ചത്? അപ്പം നീ പറഞ്ഞു ബുള്ളറ്റാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ പറഞ്ഞത്, പക്ഷേ നമ്മൾ ഇന്ന് കണ്ടപ്പോൾ സ്കൂട്ടറാണ് വാങ്ങിച്ചത്. അപ്പോൾ ചോദിക്കുകയാണ്, വൈ ഡിഡ് യു ബൈ സ്കൂട്ടർ? ഓക്കെ, അപ്പോൾ കാരണമായിട്ട് എന്നാണ്? ബിക്കോസ് മൈ വൈഫ് ഓൾസോ വാണ്ട് ടു റൈഡ് സ്കൂട്ടർ. എന്താണ്? എൻ്റെ ഭാര്യയ്ക്ക് സ്കൂട്ടർ റൈഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വേണമെന്നുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ എന്താണ്? അവൾക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ സ്കൂട്ടർ വാങ്ങിച്ചത്. ഷീ കാൺട്ട് റൈഡ് എ ബൈക്ക്. കാണ്ടെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ഷീ കാൺട്ട് റൈഡ് എ ബൈക്ക്. ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്?
നമ്മളിതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇത് പറയുക, പ്രാക്ടീസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രൊനൗൺസിയേഷനാണ് ശ്രദ്ധിക്കേണ്ടത്, ആക്സെൻ്റ് അല്ല. അതായത് ഇതെങ്ങനെയാണ് പറയുന്നത്, ആ വ്യക്തതയാണ് വേണ്ടത്. അതല്ലാതെ നിങ്ങൾ സായിപ്പ് പറയുന്നത് പോലെ നീട്ടിയും കുറുക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണത്. ഞാൻ ഒരുപാട് പേര് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ആക്സെൻറ്റ് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കും, അല്ലേ? നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ആദ്യമായിട്ട് ഉള്ളപ്പോൾ. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യൻ ഇംഗ്ലീഷ് ഇങ്ങനെയുള്ളത് തന്നെയാണ്, അത് അക്സെപ്റ്റബിൾ ആണ്. നിങ്ങൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ അവിടെ ഉണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ട്, അതൊക്കെ അക്സെപ്റ്റബിൾ ആണ്. നമ്മുടെ ആക്സെൻറ്റും നമ്മുടെ ഈ ആക്സെൻറ്റ് അക്സെപ്റ്റബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ആക്സെൻ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു തവണ കേട്ടിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ 10 തവണ കേൾക്കുക, നോട്ട് എഴുതുക. എല്ലാത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ നോട്ട് എഴുതി നിങ്ങൾ കയ്യിൽ വെക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ അത് നമ്മൾ റെഫർ ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. Why did you come late? Why you came late? I'm sorry, I missed the bus. My mother was not well, so I took her to the hospital. Why you want to go now? I have to take my son from the kindergarten. I have to take my son from the nursery. I have an appointment with the doctor. Why are you not talking to him? I don't know him. I'm not in a good relationship with him. Why did you go there? I went there for job. I went there because I thought he is a good person. Why are you not coming for the picnic? I'm sorry, I don't have money. I don't like Cochin. Why haven't you finished it yet? Why didn't you finish it yet? I'm sorry, it's a really tough job. It will take time. Why did you allow him to go alone? He said he is going with his friends. Why did you leave so early yesterday? It was raining heavily, so I left early. Why did you choose this course? I like cooking, so I joined this course. Why did you buy this cheap cloth? Why did you buy this expensive cloth? I didn't have money to buy a good cloth. I liked it, so I bought it. Why did you leave the job? Why did you leave Dubai? Because I didn't like my boss. Why did you buy scooter? Because my wife also wanted to ride scooter. She can't ride a bike. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോടൊരു അപേക്ഷയുണ്ട്, എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ഞാൻ മലയാളത്തിൽ അവിടെ എഴുതുന്നതാണ്, നിങ്ങളോട് ഞാനത് ഇംഗ്ലീഷിൽ എഴുതാൻ പറയുന്നതാണ്. അത് ഞാൻ പിറ്റേ ദിവസം അതിൻ്റെ കൃത്യമായിട്ടുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അത് ചാപ്റ്റർ കൂട്ടിയാണ്, ഏത് ചാപ്റ്ററിൽ നിന്നാണെന്നുള്ളതും തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോഴേ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.